ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന, അത് നേരത്തെ അപേക്ഷ വിളിക്കുകയും അതോടൊപ്പം തന്നെ നിലവിൽ വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി ഇവിടെ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. നിലവിൽ ഹൈസ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി, അതേപോലെ തന്നെ ഡിഗ്രി, PG, ഡിപ്ലോമ, നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഓരോ സ്കോളർഷിപ്പും നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഓരോ സ്കോളർഷിപ്പിനെ കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുവാൻ, സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്ന വീഡിയോസൊക്കെ വിദ്യാർത്ഥികൾക്ക് കാണാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് വീഡിയോസിൽ നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സ് എന്നുള്ള ആ ഒരു പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഓരോ സ്കോളർഷിപ്പിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയുവാൻ, വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്ന വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ നിലവിൽ ഈ വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് നേരത്തെ അപേക്ഷ വിളിക്കുകയും വീണ്ടും സ്കോളർഷിപ്പിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സ്കോളർഷിപ്പിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിലൊന്നാമതായിട്ട് ഓരോ സ്കോളർഷിപ്പ് നമുക്ക് നോക്കാം. അതിലൊന്നാമതായിട്ട് മൈനോറിറ്റി വെൽഫെയറിന് കീഴിലുള്ള പ്രധാനപ്പെട്ട 3 സ്കോളർഷിപ്പിൻ്റെ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ സ്കോളർഷിപ്പാണ്, അത് CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്കോളർഷിപ്പ്. അതായത് നിലവിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് കേരള സംസ്ഥാനത്തിലെ ഗവൺമെൻറ് അതേപോലെ തന്നെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഡിഗ്രി അല്ലെങ്കിൽ PG അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥിനികളായിട്ടുള്ള, അതായത് മുസ്ലിം, ക്രിസ്ത്യൻ, അതേപോലെ തന്നെ സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്കോളർഷിപ്പിൻ്റെ റിന്യൂവൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ വർഷം കിട്ടിയവർക്ക് റിന്യൂവൽ ചെയ്യുവാനുള്ള ലാസ്റ്റ് ഡേറ്റ്, അതായത് പുതുക്കുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജനുവരി 10 വരെയാണ്. അത്തരത്തിൽ CH മുഹമ്മദ് മെമ്മോറിയൽ സ്കോളർഷിപ്പ് ഒന്നാമതായിട്ട് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, നേരത്തെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓരോ സ്കോളർഷിപ്പിനും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് അറിയിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ മൈനോറിറ്റി വെൽഫെയറിൻ്റെ കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് തന്നെയാണ്, അതായത് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്. അത്തരത്തിൽ ഈ ഒരു ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പും ഇനിയും അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കുക, 7-ാം തീയതി വരെ അപേക്ഷിക്കുവാൻ സാധിക്കും. അത്തരത്തിൽ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുവാനുള്ള ഡീറ്റെയിൽ ഇവിടെ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, വിദ്യാർത്ഥികൾ കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലവിൽ SSLC അല്ലെങ്കിൽ +2 ഈ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്കും, അതേപോലെ തന്നെ ഡിഗ്രി ആണെങ്കിൽ 80%, അതേപോലെ തന്നെ PG ആണെങ്കിൽ 75% മാർക്കോടുകൂടി മാർക്ക് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ്. അത് A+ കിട്ടിയ SSLC വിഷയത്തിലാണെങ്കിൽ 10,000 രൂപയും, അത് SSLC +2 വിഷയങ്ങളിൽ A+ കിട്ടിയിട്ടെങ്കിൽ 10,000 രൂപയും, അതേപോലെ തന്നെ ഡിഗ്രി അല്ലെങ്കിൽ PG ഈ പറയുന്ന 75% അല്ലെങ്കിൽ 80% മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 15,000 രൂപ വരെ സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സ്കോളർഷിപ്പാണ് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ശ്രദ്ധിക്കുക, 7-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് നമ്മൾ നേരത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് മദർ തെരേസ സ്കോളർഷിപ്പ്. അതും മൈനോറിറ്റി വെൽഫെയറിന് കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പാണ്. അതിൻ്റെ ഡേറ്റ് ഇനിയും അപ്ലൈ ചെയ്യാത്തവർക്ക് 17/1/2025 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, സംസ്ഥാനത്തെ ഗവൺമെൻറ് നേഴ്സിംഗ് സ്കൂളുകളിൽ, അതായത് ജനറൽ നേഴ്സിംഗ് കോഴ്സ് ചെയ്യുന്ന GNM ജനറൽ നേഴ്സിംഗ് കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും, അതേപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് കോഴ്സുകളിൽ, അതായത് അല്ലെങ്കിൽ സോഷ്യൽ സ്ഥാപനങ്ങളിൽ വിവിധ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, നേഴ്സിംഗ് ഫീൽഡിൽ അതേപോലെ പാരാമെഡിക്കൽ ഡിപ്ലോമ പോലുള്ള വളരെ പ്രധാനപ്പെട്ട കോഴ്സുകൾ ഗവൺമെൻറ് എയ്ഡ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് MTS സ്കോളർഷിപ്പ്. അതിൻ്റെ ഡേറ്റ് 17/1 വരെ ഇനിയും സമയമുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നമ്മുടെ ചാനൽ തന്നെ നേരത്തെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഈ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്താൻ. ഇനി നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്കോളർഷിപ്പാണ് CPSE നൽകുന്ന ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പ്. അപ്പോൾ CBSE പേരൻസിന് ഒരു മകൾ മാത്രമാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥിനികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന CBSEയുടെ ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പ് നിലവിൽ വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 10-ാം തീയതി വരെ, ജനുവരി 10-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് CBSE സ്കൂളിൽ നിന്ന് 2024 70%, മിനിമം 70% മാർക്കോടുകൂടി 10-ാം ക്ലാസ് പാസ്സാവുകയും നിലവിൽ +2 തലത്തിൽ CBSE സ്കൂളിൽ തുടർന്ന് പഠിക്കുകയും ചെയ്യുന്ന ഒറ്റ പെൺകുട്ടികൾക്കാണ് ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കാം. അത്തരത്തിലുള്ള വീഡിയോ നമ്മൾ നേരത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ CBSE ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഈ സ്കോളർഷിപ്പിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 10-ാം തീയതി വരെ അപ്ലൈ ചെയ്യുവാൻ
ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ അഞ്ചാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്കോളർഷിപ്പാണ് വിദ്യാ സമൃദ്ധി സ്കോളർഷിപ്പ്. തൊട്ട് മുമ്പ് നമ്മൾ ആ ഒരു വിദ്യാ സമൃദ്ധി സ്കോളർഷിപ്പിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ വിദ്യാ സമൃദ്ധി സ്കോളർഷിപ്പും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സാധാരണ എല്ലാ സ്കോളർഷിപ്പുകൾ നൽകാറുള്ളതെങ്കിലും മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് വിദ്യാ സമൃദ്ധി സ്കോളർഷിപ്പ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 20 വരെയുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ആറാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്കോളർഷിപ്പ് നോക്കാം. അതായത് ലൈഫ് ഗുഡ് സ്കോളർഷിപ്പ് പ്രോഗ്രാം 2024 ആണ്. അത് നിലവിൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം ഡിഗ്രി അല്ലെങ്കിൽ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പാണ് ലൈഫ് ഗുഡ് സ്കോളർഷിപ്പ് 2024 എന്ന് പറയുന്നത്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ഇയർ, ഇപ്പോൾ നിലവിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഫസ്റ്റ് ഇയർ അതായത് ജസ്റ്റ് +2 ലെവലിൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് 60% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. ഇനി അതേപോലെ തന്നെ നിലവിൽ സെക്കൻഡ്, തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഓരോ ഫസ്റ്റ് ഇയറിലും പരീക്ഷയിലും ഈ പറയുന്ന 60% മാർക്കോട് പാസ്സാകണം. അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെങ്കിൽ +2 മിനിമം 60% മാർക്കോട് പാസ്സാവുക. ഇനി ഡിഗ്രി സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ അതായത് PG വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തൊട്ട് മുമ്പുള്ള വർഷത്തെ പരീക്ഷയിൽ മിനിമം 60% മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പ് തന്നെയാണ് ലൈഫ് ഗുഡ് സ്കോളർഷിപ്പ് 2024 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് വെച്ചാൽ അതായത് മിനിമം 8 ലക്ഷം അത് വാർഷിക വരുമാനം കവിയാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ വെബ്സൈറ്റ് വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, ബഡ്ഡി അതായത് BUDDY4study.com. ഇവിടെ ജസ്റ്റ് ഞാൻ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ buddy4study.com അതായത് ലൈഫ്സ് ഗുഡ് സ്കോളർഷിപ്പാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യം സെലക്റ്റഡ് ആയിട്ടുള്ള കോളേജുകൾക്ക് മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കൂ. സബ്ജക്റ്റുകൾ ഏതായാലും ഡിഗ്രി ആയാലും PG ആയാലും ഏത് സബ്ജക്റ്റാണെന്ന് പ്രശ്നമില്ല. പക്ഷേ സെലക്റ്റഡ് ആയിട്ടുള്ള കോളേജുകൾക്ക് മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും താഴെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ടു വ്യൂ ദ ലിസ്റ്റ് ഓഫ് കോളേജ് അതായത് buddy4study.com എന്നുള്ള ആ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ടു വ്യൂ ദ ലിസ്റ്റ് ഓഫ് കോളേജസ് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രാജ്യത്തെ എല്ലാ സ്റ്റേറ്റുകളും ഉൾപ്പെടെയുള്ള കോളേജുകൾക്കാണ്, അതായത് രാജ്യത്തെ ഏത് സ്റ്റേറ്റിൽ ആണെങ്കിലും ഏകദേശം 98 കോളേജുകൾക്കാണ് ഈ പറയുന്ന ലൈഫ്സ് ഗുഡ് സ്കോളർഷിപ്പ് തുകയായിട്ട് നൽകുന്നത്. അപ്പോൾ അതിൽ കേരളത്തിലെ 2 കോളേജിൽ മാത്രമാണ്, എറണാകുളം ജില്ലയിലെ നിർമ്മല കോളേജിൽ മാത്രമാണ് ഈ മൂവാറ്റുപുഴയിലെ നിർമ്മല കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ലൈഫ്സ് ഗുഡ് സ്കോളർഷിപ്പ് ലഭിക്കുക. എന്നാൽ ബാക്കിയുള്ള മറ്റു പല സ്റ്റേറ്റുകളിൽ പഠിക്കുന്ന കോളേജുകൾ അത് 100ഓളം കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് തുക എമൗണ്ട് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് വിദ്യാർത്ഥികൾ ലൈഫ്സ് ഗുഡ് സ്കോളർഷിപ്പ് എന്നുള്ള ആ ഒരു വെബ്സൈറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ടു വിത്ത് ലിസ്റ്റ് ഓഫ് കോളേജ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ അറിയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട 6 സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം മൈനോറിറ്റിയുടെ കീഴിലുള്ള 3 സ്കോളർഷിപ്പുകളും അതേപോലെ തന്നെ CBSEയുടെ സ്കോളർഷിപ്പ് അത് വിദ്യാസമ്പന്ന സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ലൈഫ്സ് ഗുഡ് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികൾ ഇപ്പോഴും അപ്ലൈ ചെയ്യാൻ സാധിക്കും. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ സ്കോളർഷിപ്പും അപ്ലൈ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ നമ്മുടെ ചാനൽ കൃത്യമായി നിങ്ങൾ അറിയിക്കാറുണ്ട്. അതുകൊണ്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി ഇത്തരത്തിലൂടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇസ്മി സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.